എല്ലാവർക്കും നമസ്കാരം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഹോട്ടലുകളിലൊക്കെ സെർവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഇന്നത്തെ റെസിപ്പി. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു സവാള ചെറുതായി മുറിച്ചത് എടുത്തു വയ്ക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത് എടുത്തു വയ്ക്കാം. ഒരു ക്യാരറ്റ് എടുക്കാം, ചെറുതായി തന്നെ മുറിച്ചാൽ മതി. അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ എടുക്കാം. ഫ്രോസൺ ഗ്രീൻ പീസ് എടുക്കാം. അതല്ല സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വേവിച്ചതാണ് എടുക്കേണ്ടത്. ഏകദേശം ഒരു ചെറിയ ബൗളിൽ ഗ്രീൻ പീസ് കൂടി എടുത്തു വയ്ക്കാം. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ടുള്ളത്. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരവിയ ഫ്രഷ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്കായയും ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർക്കാം. കൂടിപ്പോവരുത്, കൂടിപ്പോയാൽ ഫ്ലേവർ ഒരുപാട് മാറിപ്പോവും. കുറഞ്ഞാലും കൂടിപ്പോവരുത്. 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. കുരുമുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2-3 കറിവേപ്പില ചേർക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് സ്മൂത്ത് പേസ്റ്റാക്കി അരയ്ക്കേണ്ട, അതുപോലെ ഒരുപാട് വെള്ളം പോലെയും അരച്ചെടുക്കേണ്ട. കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ. 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് വഴറ്റി കൊടുക്കണം. ഒരുപാട് അങ്ങ് വഴണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് ചൂട് കയറി വരുമ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതോ അരിഞ്ഞതോ ഇട്ട് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ലതായിരിക്കും. തക്കാളിയും നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കഷ്ണങ്ങൾ ചെറുതായി മുറിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. പത്ത് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ചാൽ കഷ്ണങ്ങൾ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. തേങ്ങ അരപ്പ് അരച്ചെടുത്ത മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചാറോട് കൂടി നല്ല ലൂസായിട്ട് എടുക്കേണ്ട ഒരു കറിയല്ല, കുറച്ച് നല്ല കുറുകി തന്നെ എടുക്കേണ്ട കറിയാണിത്. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കടുക് വറുത്തിടണം എന്നുള്ളവർക്ക് വറുത്തിടാം. അത് കുറച്ചുകൂടി എണ്ണ കൺസ്യൂം ചെയ്യും, അതുകൊണ്ട് ഞാനത് ചെയ്യണില്ല. അത് മാത്രമല്ല, അങ്ങനെ വറുത്തിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ എടുത്താലും ഇത് നല്ല ടേസ്റ്റാണ്. പൊതുവേ നമ്മൾ ഈ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് തിളപ്പിക്കരുത്, അപ്പോഴേക്കും ആ ഒരു അരപ്പിൻ്റെ പച്ചക്കുത്തെല്ലാം മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്, അപ്പത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്